ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമ്മള് ഇറ്റലി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? ശരിക്കും തോന്നുന്നു ആ ഒരു കളർ അതേപോലെ തന്നെ അവർ വെച്ചിരിക്കുകയാണ്. നമ്മള് ഇനി ഇറ്റലി പോവണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ ഇറ്റലി പോവും. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഖത്തറിലെ ഒരു അടിപൊളി മാളാണ് ഈ വില്ലാജിയോ മാള്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഒരു മാളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഇവിടെ കണ്ട ഒരു മാളാണെന്ന് നമുക്ക് തോന്നുമോ? അത്രയ്ക്കും മനോഹരമായിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. കടകളൊക്കെ അതേപോലെ, ഇതൊക്കെ കണ്ടോ, ഈ ബിൽഡിങ്ങുകളൊക്കെ അതേപോലെയാണ് അവർ ചെയ്തേക്കുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ ഇറ്റലി കണ്ടിട്ടുള്ളെങ്കിലും നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ടല്ലോ ഇറ്റലിയെ കുറിച്ച് അല്ലേ? അതേപോലെ തന്നെ. കാണാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല കളക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ജ്വല്ലറി കളക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ധാരാളം ഷോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും എന്നാ അടിപൊളി ഒരു സ്ഥലമായിരുന്നെന്നറിയാം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലേ? അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് മുന്നേ വന്നപ്പോൾ നമ്മൾ സെഫോറ. അപ്പോൾ നമ്മൾ കരുതി അതിനകത്തൊന്ന് കയറാമെന്ന്. നമ്മൾ ദുബായ് മാളിൽ പോയ സമയത്തും സെഫോറ കണ്ടിരുന്നു. പക്ഷെ നമുക്ക് അവിടെ കയറാനൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പം അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ കുറേ പെർഫ്യൂമുകളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ച് നല്ല സ്മെല്ലായിരുന്നു എല്ലാത്തിൻ്റെയും. ഫേമസ് ആയിട്ടുള്ള ലക്ഷറി പെർഫ്യൂമുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഗുജ്ജി, അർമാനി, ഡിയോർ, വെസാച്ചെ എല്ലാത്തിൻ്റെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അതിനകത്ത് എല്ലാത്തിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ മണത്ത് വഴി നടക്കുകയാണ്. ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. എല്ലാം നല്ല കിടിലൻ സംഭവങ്ങളൊക്കെയാണ്. നല്ല റേറ്റ് ആയിരുന്നു. നമുക്കധികം മേടിക്കാനൊന്നും പറ്റിയില്ല. എല്ലാം കണ്ടിങ്ങനെ നമ്മൾ നടക്കുകയാണ്. നമ്മളൊന്നും സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കൂല. ഈ ഒരു സംഭവം കരോലിന എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ്, അതിൻ്റെ കുറേ പെർഫ്യൂമുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ചേട്ടനാണ് ഓരോ സാധനങ്ങളെടുത്ത് നമുക്ക് ഇങ്ങനെ എല്ലാം മണത്ത് നോക്കാൻ തന്നേക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ആ കടയിലുള്ള ഉന്മേൽപ്പെട്ട എല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അതെല്ലാം കാണണം. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എല്ലാം നല്ലതാണ്. ഈ കുറേ പെർഫ്യൂമുകളൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ വരുമ്പോഴാണ് കാണുന്നത്. പിന്നെ മൊത്തം നമുക്ക് മേക്കപ്പ് ഐറ്റംസുകളാണ് കാണാൻ പറ്റുന്നത്. ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും അതുപോലെ തന്നെ മസ്കാര, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഫുള്ള് അതാണ്. ഡിയോറിൻ്റെയാണ് ഫുള്ള് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലിപ്സ്റ്റിക്കുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുവഴി കൂടെയൊക്കെ നടന്നിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണുകയാണ്. നല്ല ഇഷ്ടമായി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ സെഫോറയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ നടക്കുകയാണ്. ശരിക്കും അടിപൊളിയാട്ടോ. ഇതുവഴി ഇങ്ങനെ നടക്കാൻ തന്നെ ഉണ്ട്. നല്ല നല്ല കാഴ്ചകളാണ്. ഇങ്ങനെ ചുറ്റും ധാരാളം ഷോപ്സൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ കാണാം. നല്ല ഭംഗിയാണ്. അകത്ത് കയറി ഒന്നും മേടിച്ചില്ലെങ്കിലും അകത്തൊക്കെ കയറി കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കണ്ടോ എന്ത് ഭംഗിയാണല്ലേ? ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റാർബക്സിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർബക്സ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കപ്പ് ഇങ്ങനെ മേടിക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ കാണാൻ പറ്റി. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ ബോഡി വാഷ്, അതുപോലെ തന്നെ ലോഷൻ, പെർഫ്യൂം, അതുപോലെ തന്നെ ഫേസ് മാസ്കുകൾ കുറേ ഉണ്ടായിരുന്നു. എല്ലാം നമ്മളിങ്ങനെ കാണുകയാണ്. നല്ല കുറേ ഓഫറുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ടീസോ ബ്രാൻഡിൻ്റെ വാച്ചുകൾ ഒത്തിരി കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കണ്ടു നടക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലേക്കും കയറിയിരിക്കുകയാണ്. അവിടെ ഇതുപോലെ ധാരാളം ജ്വല്ലറികളും അതും ഇതൊക്കെയാണ്. എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു. കുറേ നല്ല അടിപൊളി ജ്വല്ലറികളൊക്കെ കാണാൻ പറ്റി. കുറേ റിങ്ങും അതുപോലെ തന്നെ കുറേ ഇയറിങ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ സ്വന്തം സൺഗ്ലാസ്. അങ്ങനെ നമ്മൾ അവിടെ കണ്ട എല്ലാ സൺഗ്ലാസും എടുത്ത് വെച്ച് നോക്കി. ലാസ്റ്റ് ഏതോ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെടുത്ത് വെച്ച് നോക്കിയിട്ട് പുറത്തിറങ്ങി. ഇവിടെ കുറേ ലേഡീസ് ബാഗും ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കിഡ്സിൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ എല്ലാം കുറേ പെർഫ്യൂമുകളൊക്കെ ഉണ്ട്.
മൊത്തത്തിൽ ഈ മാള് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകളും കഫേകളുമാണ്. നോക്കി ശരിക്കും എന്നാ ലുക്കല്ലേ, നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് തളർന്ന അവസാനം നമ്മൾ ചീസ് കേക്ക് ഫാക്ടറിയിൽ കയറിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് നമ്മൾ ഇതിനകത്ത് കയറണമെന്നും ചീസ് കേക്ക് കഴിക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചീസ് കേക്കൊക്കെ ഓർഡർ ചെയ്യുകയാണ്. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ നല്ലതായിരുന്നു, നല്ല സർവീസായിരുന്നു അവരുടേത്. അങ്ങനെ നമ്മൾ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തു. മെയിനാണ് ചീസ് കേക്ക്. നമ്മളിപ്പം ട്രൈ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ എന്നുള്ള മോഡലും പിന്നെ ചോക്ലേറ്റ് ചീസ് കേക്ക്. 2 സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാന്ന് കരുതി. പിന്നെ പിസ്സ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിന്നെ ലെമണേഡ്, പിന്നെ ജ്യൂസ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ചെന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ആയി. നമ്മൾ ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ച് വന്നേക്കല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. ആദ്യം തന്നെ ബണ്ണും ബട്ടറും ഒക്കെ തന്നു. പിന്നെ നമ്മുടെ ജ്യൂസൊക്കെ വന്നു. ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ചീസ് കേക്കും. ഇത് ചോക്ലേറ്റ് ചീസ് കേക്കാണ്. ഈ ഒരു ക്രീമുമായിട്ട് ഇത് കഴിക്കാണ്. നമ്മൾ 2 ചീസ് കേക്കാണ് ഓർഡർ ചെയ്തത്. ചോക്ലേറ്റ് ചീസ് കേക്കും ഒറിജിനലും ആയിരുന്നു. രണ്ടും നല്ലതായിരുന്നു. കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് ചീസ് കേക്ക് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ക്രീമൊക്കെ ആയിട്ട് ചേർത്ത് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അന്യായ ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ മത്സരമാണ് ഗൈസ്. ചോക്ലേറ്റ് കേക്കിനെ ഞങ്ങൾ ഒന്ന് കൊല വിളിക്കുകയാണ്. അടുത്ത ചീസ് കേക്കിന് നമ്മൾ നോർമൽ മേടിച്ചായിരുന്നു. അപ്പം ഇത് ഒറിജിനൽ. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ചീസിന്റെ പക്ക ടേസ്റ്റാണ്. വാലിട്ട് അലുത്ത് പോവാണ്. സൂപ്പറായിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ വന്നു. അത് അത്യാവശ്യം നല്ല ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പിസ്സയായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കുന്ന പിസ്സേനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയല്ലായിരുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മോന് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. അപ്പോൾ അവന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. എന്നാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചീസ് കേക്ക് ഫാക്ടറി ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഈ ഒരു ചീസ് കേക്ക് ഫാക്ടറിയിലാണ് നമ്മൾ കയറിയിരുന്നത്. കുറേ ഹോം ഡെക്കോർ ഐറ്റംസുകൾ കാണാൻ പറ്റി. കുറേ സോഫകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കാണാനാണ്. ഇവിടെ കുറേ സുവനീറുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡ് കപ്പും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ട അതൊക്കെ ഇങ്ങനെ ഞങ്ങളെടുത്ത് ഫോട്ടോസൊക്കെയും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ശരിക്കും നോക്കി ഈ കടയിൽ എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ. മോനും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വേൾഡ് കപ്പിൻ്റെ ഒരു ഇതെടുത്തു. ഏതൊരു രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ എന്തെങ്കിലും സുവീനറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞങ്ങൾ എടുത്തു ഇവിടുന്ന്.
ഇവിടെ നമുക്കൊരു വെറൈറ്റി സംഭവം കാണാൻ പറ്റി. പഴയ ക്യാമറകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നോക്കി കണ്ടോ, പണ്ട് കാലത്തെ ക്യാമറകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ നടന്ന് വില്ലേജ് മാളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയത്. നമ്മളിവിടെ തന്നെ വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും നല്ല മാറ്റം തോന്നുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം മാളിനകത്തൂടെ അല്ലായിരുന്നു വന്നേ. അങ്ങനെ നമ്മൾ ആ വില്ലേജ് മാളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ മാളിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമായ ആ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ ഒന്ന് കാണണേ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഖത്തറിലൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വില്ലേജ് മാളിൽ കയറുക. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചീസ് കേക്ക് ട്രൈ ചെയ്യാൻ പറ്റി. പിന്നെ ആ ബോട്ടിങ്ങിൽ കയറാൻ പറ്റി. പിന്നെന്താണ്, ശരിക്കും നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു ദിവസം മൊത്തം നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. ഞങ്ങൾ മടുത്ത് നടന്ന് മടുത്ത് ഒത്തിരി ടയേർഡായി. അത് നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കാണാം. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളിപ്പോൾ പകല് ഇതുവഴി നടക്കുന്നൊരു ഫീലിംഗാണ്. പക്ഷെ സമയം 9 മണിയായി, 9:15. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു 4 മണി ആ ഒരു ടൈമിൽ നടക്കുന്ന പോലെയാണ് ഈ ഒരു സ്ഥലത്ത് കൂടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതെ, നല്ല രസമുണ്ട്. പാലമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കാണാം. ഈ ഒരു സ്ഥലത്തുനിന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. കണ്ടോ, നമ്മൾ നേരത്തെ ബോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിക്കും അത് മനസ്സിലായത് ഇതിൻ്റെ മുകളിൽ നിന്നപ്പോഴാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ബോട്ടുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ നിന്നും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പുള്ളിക്കാരനായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ. എന്തായാലും കറക്റ്റ് ആ പുള്ളിക്കാരനെ നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. ഹമ്മർ കിട്ടിയിരിക്കുകയാണ് കാണാനായിട്ട്. ആണല്ലേ? ഇപ്പൊ നോക്കിക്കേ. ഇപ്പുറത്ത് ഈ സാധനം ഉണ്ടല്ലോ, പൊക്കിയിട്ട് ഇത് മാറി വരും. അടുത്തോണ്ട് ആ സൈഡിൽ വരും. ഇത് ഇങ്ങനെ തുറന്നു. പിന്നെ പണ്ട് അമേരിക്കയിലെ മിലിറ്ററി ആയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നു വണ്ടി അതല്ലേ. ഇത് ശരി അമ്മനെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് മിലിറ്ററിക്ക് മാത്രമായിരുന്നു ഹമ്പർ ഉണ്ടായിരുന്നു. അവിടെ കണ്ടിരുന്നു മിലിറ്ററി ഉപയോഗിച്ചോണ്ടിരുന്നു ഈ വണ്ടി. വലിയ കാശാനുണ്ട്, അങ്ങനെ പേരെനിക്ക് അറിയില്ല. ആ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു ഗവൺമെന്റ്. ഇത് എന്താ പറയുക, ഈ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി സാധാ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്ക് കൊടുക്കണമെന്ന് ബ്രാൻഡ് ഉണ്ടാക്കണമെന്നാണ്. അപ്പം ഉണ്ടാക്കിയത് ബ്രാൻഡ് ആ ആങ്കിള് മേടിച്ചിട്ട് ഉണ്ടാക്കിയത് ബ്രാൻഡാ ഹമ്മർ. പുതിയ മോഡലാണ്, പുതിയ മോഡൽ ഇലക്ട്രിക്. ഇത് തന്നെ
അതിന് മുമ്പുള്ള മോഡൽ ആ ഒത്തിരി ആൾക്കാരുണ്ട് ഹമ്മർ ഇഷ്ടമാണ്. ഇതിന് ഭയങ്കര എഞ്ചിനാണ്. ഇവിടെ നടമ്പരുണ്ട് എഞ്ചിൻ. മറ്റേ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം എഞ്ചിന്റെ ബോക്സ് ആണ്. നമ്മളിനി അകത്ത് കണ്ടില്ലല്ലോ. ക്രിസ്പിക്സ് എന്ന യൂട്യൂബർ ഉണ്ട്. ആ അങ്കിള് മേടിച്ചപ്പോ എല്ലാം അങ്ങനെ. ഇതിന്റെ സീറ്റൊക്കെ എങ്ങനെയുണ്ട്? സീറ്റൊക്കെ അടിപൊളിയാ? അല്ല, ക്രിസ്പിക്സ് എന്ന യൂട്യൂബർ ഉണ്ട് വണ്ടി ശരിയാക്കുന്നത്. കൊറോണ സമയത്ത് ഞങ്ങൾ ഹിറ്റ് ആയത് വണ്ടി എങ്ങനെയൊക്കെ ശരിയാക്കേണ്ടത് നല്ലൊരു വീഡിയോ ഇട്ടുണ്ടെന്നാണ്. ആ അങ്കിളിന് ഡ്രീം വണ്ടി ഇങ്ങനത്തെ ഹമ്മർ. റെഡ് കളറിലെ ഒരു ഹമ്മറാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്താ പറയുക, സൗദി ഈ മിഡിൽ ഈസ്റ്റ് മാത്രം ഈ വണ്ടിയില്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷനിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വില്ലാജിയോ മോളിൻ്റെ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ ഒരു ബോട്ടിങ്ങും അല്ലേ, ഇതിൽ നടന്നിട്ടുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഖത്തറിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ സൗദിയിൽ നിന്ന് ഖത്തറിലോട്ടൊക്കെ വരുന്നവരും ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എൻജോയ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.